സംസ്ഥാനത്തെ ലീഗ് വിരുദ്ധ പക്ഷ നേതാവ് ഉമർ ഫൈസി മുക്കത്തെ ഉൾപ്പെടുത്തി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാന സർക്കാർ. റഹീം MP ഉൾപ്പെടെ ബോർഡിൽ 9 അംഗങ്ങളാണുള്ളത്. അഡ്വക്കേറ്റ് സക്കീർ ചെയർപേഴ്സണായി തുടരും. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര വ്യവസ്ഥ പാലിക്കാതെയാണ് പുനഃസംഘടന നടത്തിയിട്ടുള്ളത്. ഷബ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സർക്കാരിൽ നിന്നുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടേ? അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതും ഇതിനോട് ചേർത്ത് വായിക്കണ്ടേ? ഷാമിലി, 2014 ഡിസംബറിൽ ഇപ്പോഴുള്ള സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. അതിനുശേഷം സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നെങ്കിലും സർക്കാർ അതിൽ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതിനിടെയാണ് ഈ കേന്ദ്ര ബില്ല് വരുന്നത്. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിവാദ ബില്ല് വരുന്നതോടെ അതിന്റെ നിയമപ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമായി സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ എത്തുകയും ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാകുകയും ചെയ്തു. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസിൽ ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ അംഗീകരിക്കുകയും എന്നാൽ ചില വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഈ വഖഫ് ബോർഡ് സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിരുന്നില്ല. വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിക്കുന്നു. പിന്നീടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് മുക്കം ഉമർ ഫൈസിയുടെ നാമനിർദ്ദേശമാണ്. സമസ്തയിലെ CPM-നോട് അനുകൂലമുള്ള സമസ്ത നേതാവ് എന്ന രീതിയിൽ പറയുന്ന, അത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ നിയമനം. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഈ മുക്കം ഉമർ ഫൈസി CPM-നോടുള്ള അനുകൂല നിലപാടിനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ തന്നെ വന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്. ഈ വഖഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തുടങ്ങിയ പ്രതികരണങ്ങൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് ആളുകളെ റഹീം, അതോടൊപ്പം നിലവിലെ ചെയർപേഴ്സണായ അഡ്വക്കേറ്റ് സക്കീർ അടക്കമുള്ളവരെ നിയമിച്ച് ഇപ്പോൾ പുനഃസംഘടന നടത്തിയിട്ടുള്ളത്. മറ്റൊന്ന് ഷാമിലി സൂചിപ്പിച്ചതുപോലെ ഇതിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കേന്ദ്ര ബില്ലിൽ അല്ലെങ്കിൽ വഖഫ് ബില്ലിൽ ഇത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അമുസ്ലിങ്ങൾ ഈ വഖഫ് ബോർഡിൽ വേണം, കേന്ദ്ര വഖഫിലും അതോടൊപ്പം സംസ്ഥാന വഖഫിലും വേണമെന്ന്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുള്ള വിജ്ഞാപനത്തിൽ പറയുന്നത് ഉടൻ തന്നെ അമുസ്ലിങ്ങളുടെ നിയമനം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ 9 അംഗ കമ്മിറ്റിയെ അല്ലെങ്കിൽ ബോർഡിനെയാണ് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. അമുസ്ലിങ്ങളുടെ നിയമനവും ഉടൻ ഉണ്ടാകും എന്നാണ് സർക്കാരിന്റെ ഈ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നത്.